ദിവസക്കൂലിക്കാരനായ തൻ്റെ പിതാവിൻ്റെ മകൾ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഉൾപ്പാതകൾ താണ്ടി വളർന്നു വന്ന ഒരു കൊച്ചു ബാല്യകാലമുള്ള ഒരു പെൺകുട്ടി. ഇന്ന് ആ പെൺകുട്ടിക്ക് ഏകദേശം 3600 കോടിയിലേറെ രൂപയുടെ വരുമാനമുള്ള ഒരു ഗ്രൂപ്പിൻ്റെ നടത്തിപ്പുകാരി. ആരാണ് ആ പെൺകുട്ടി? അതാണ് സുലേഖ ദാവൂദ്, UAE ആദ്യത്തെ വനിതാ ഡോക്ടർ. നമുക്ക് അവരെക്കുറിച്ചാവാം ഇന്നത്തെ വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സുലേഖ ഗ്രൂപ്പിൻ്റെ ഉടമയായ സുലേഖ ദാവൂദിനെ കുറിച്ചാണ്. ദുബായിലെ ഏറ്റവും ധനികയായ ഇന്ത്യൻ വനിത, UAE പ്രശസ്ത ഡോക്ടറും രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഡോക്ടറുമാണ് അവർ. ഇന്ന് അവരുടെ ആസ്തി 3600 കോടിയിലേറെ രൂപയുടെ വരുമാനമുള്ള സ്ഥാപനങ്ങളുടെ ഗ്രൂപ്പ് നടത്തുന്നു. അവരുടെ വയസ്സ് 84 വയസ്സാണ്. UAE പ്രശസ്തമായ സുലേഖ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ ചെയർപേഴ്സണും സ്ഥാപകനുമായ ഡോക്ടർ സുലേഖ ദാവൂദ് വിദേശ ഇന്ത്യക്കാർക്കുള്ള ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് 2019 ലഭിച്ചത് ഇവർക്കായിരുന്നു. ലോകത്ത് ഉന്നതിയിലെത്തിയ മറ്റു പലരെയും പോലെ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് ഉയരം കീഴടക്കിയ കഥയാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ജനിച്ച ഡോക്ടർ സുലേഖ ദാവൂദിനും പറയാനുള്ളത്. പണത്തെക്കാളും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ ഒരു കുടുംബത്തിൽ ജനിച്ചതാണ് തൻ്റെ ഭാഗ്യമെന്ന് ഇവർ മിക്കപ്പോഴും ഓരോ അഭിമുഖങ്ങളിലും പറയുമായിരുന്നു. തൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അന്ന് വളരെ മോശമായിരുന്നു. എങ്കിലും വിദ്യാഭ്യാസമാണ് പ്രധാനമെന്ന്, അതിലൂടെ മാത്രം ഉപജീവന മാർഗം കണ്ടെത്താനാകുമെന്നും എല്ലാവരും കരുതി. ഇന്ത്യക്കാരായ പ്രവാസി വനിതകളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രതിരൂപമാണ് ഈ പ്രായത്തിലെയും തൻ്റെ കർമ്മരംഗങ്ങളിൽ കർമ്മനിരതയായി നിൽക്കുന്ന ഡോക്ടർ സുലേഖ ദാവൂദിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രതിസന്ധികളുടെ വെയിലേറ്റ ആദ്യ ബാല്യകാലത്തിൻ്റെ ഓർമ്മകളാണ് അവർക്കുണ്ടായിരുന്നത്. പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഉൾപ്പാതകൾ ചവിട്ടിയാണ് ഡോക്ടർ സുലേഖ ദാവൂദ് തൻ്റെ ബാല്യകാലവും വിദ്യാഭ്യാസം പിന്നിട്ടത്. സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ള കുടുംബത്തിലായിരുന്നു ജനനം. ദിവസക്കൂലിക്കാരനായിരുന്നു സുലേഖയുടെ പിതാവ്. കുടുംബം പുലർത്താൻ കഠിനമായി അധ്വാനിക്കേണ്ടി വന്നു. പരിതാപകരമായ സാഹചര്യമായിട്ടും കുഞ്ഞു സുലേഖയുടെ അഭിലാഷത്തിനും സ്വപ്നങ്ങൾക്കും അതൊന്നും തടസ്സമായില്ല. നാഗ്പൂരിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠനം പൂർത്തിയാക്കിയവർ മെഡിസിൻ, സർജറി ബിരുദങ്ങൾ നേടി. ഞാനൊരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചയാളാണ്, പക്ഷേ എൻ്റെ മാതാപിതാക്കൾ അവരുടെ ചിന്തകളിൽ ഉദാരമതികളായിരുന്നു എന്നത് അയാണ് ഭാഗ്യമായി കരുതി. ഒരു പെൺകുട്ടിയായതിനാൽ എന്നോട് ഒരിക്കലും വിവേചനം അവർ കാണിച്ചിട്ടില്ല. താനും സഹോദരങ്ങളും വിദ്യാഭ്യാസമായി കാണുക എന്നതായിരുന്നു പിതാവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് സുലേഖ എപ്പോഴും പറയുമായിരുന്നു. 1964 തുടങ്ങി സുലേഖയുടെ UAE ചരിത്രം. മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ഡോക്ടർ സുലേഖ 1964 UAE എത്തിയത്. ഈ നീക്കം തൻ്റെ ജീവിതത്തിൽ മാറ്റിമറിക്കുമെന്ന് അവർ അപ്പോൾ കരുതിയതേയില്ല. UAE വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ ഡോക്ടറായി അവർ മാറി. തൻ്റെ തൊഴിലിനോടുള്ള അചഞ്ചലമായ അഭിനിവേശവും ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ സേവനത്തോടുള്ള പ്രതിബദ്ധതയും കൊണ്ട് അവർ ദുബായിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പിറവിക്ക് സാന്ത്വനമായി നിലകൊണ്ടു. ഒരു ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിൽ വൈസൂരി മുതൽ വൈറൽ അണുബാധ വരെ ഒട്ടേറെ രോഗികളെ താൻ ചികിത്സിക്കുമായിരുന്നുവെന്ന് ഡോക്ടർ സുലേഖ ഓർക്കുന്നു. പണ്ട് മലേറിയ പടർന്നു പിടിച്ചത് നഗരത്തിലുണ്ടായിരുന്ന വളരെ കുറച്ച് ഡോക്ടർമാരുടെ പാഠ്യകേന്ദ്രമായി പ്രവർത്തിക്കേണ്ടി വന്നതും അവരുടെ ഓർമ്മകളിലെ ജ്വലിക്കുന്ന ഏടാണ്. തലയുയർത്തി നിൽക്കുന്ന സുലേഖ ഹോസ്പിറ്റൽ ഗ്രൂപ്പ്. പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടായിരുന്നു ദുബായിലെ ആതുര സേവനത്തിൻ്റെ ആദ്യ നാളുകൾ കടന്നുപോയിരുന്നത്. അന്ന് സാങ്കേതിക വിദ്യകളുടെ സഹായം വളരെ കുറവായിരുന്നു. അക്കാലത്ത് രോഗം കണ്ടുപിടിക്കാൻ എക്സ്റേ മെഷീനുകളോ ലബോറട്ടറികളോ അൾട്രാസൗണ്ട് മെഷീനുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചികിത്സയ്ക്കായി ഇന്ന് കാണുന്ന മരുന്നുകളൊന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഏറ്റവും പ്രാധാന്യം ഡോക്ടറുടെ വൈദഗ്ധ്യവും അനുഭവ പരിചയപൂർണ്ണമാണെന്ന യാഥാർത്ഥ്യ ലോകത്തിന് മനസ്സിലായ നാളുകൾ. ഈ വീഡിയോ മനസ്സിലാക്കി നൂതന ആരോഗ്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കാഴ്ചപ്പാടിലൂടെ ഡോക്ടർ സുലേഖ ദാവൂദ് 1992 സുലേഖ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് സ്ഥാപിച്ചു. അതൊരു ബിസിനസ് സംരംഭമായിരുന്നില്ല അന്ന്, മറിച്ച് നിരവധി വ്യക്തികൾക്ക് അതൊരു പ്രതീക്ഷയുടെ കിരണമായിരുന്നു.
അതിനുശേഷം 2019 പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് അവർക്ക് ലഭിക്കുന്നത്. കൂടാതെ ഫോബ്സ് മിഡിൽ ഈസ്റ്റിൻ്റെ UAEയിലെ മികച്ച 100 ഇന്ത്യൻ പ്രമുഖരിൽ സുലേഖ ദാവൂദ് ഉൾപ്പെട്ടു. സുലേഖ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ ആഗോള വരുമാനം $440 ദശലക്ഷം അഥവാ 3632 കോടി രൂപയിലേറെ. നാഗ്പൂര് ഒരു മികച്ച മെഡിക്കൽ സൗകര്യം തുറക്കുന്നതിന് ലോകബാങ്കുമായി 198 കോടി രൂപയുടെ കരാറിൽ ഏർപ്പെട്ടു. ഷാർജയിൽ 200 കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് ആശുപത്രി തുറന്നത്. ഷാർജയിലാണ് അവർ തുടക്കമിട്ടത് എങ്കിലും ദുബായിലും ഇപ്പോഴും തലയെടുപ്പോടെ നിൽക്കുന്നു. 1992 ഷാർജ ബുദീനയിലാണ് സുലേഖ ഹോസ്പിറ്റലിൻ്റെ ആദ്യ മൾട്ടി ഡിസിപ്ലിനറി ആശുപത്രി ഡോക്ടർ സുലേഖ ദാവൂദ് സ്ഥാപിച്ചത്. പിന്നീട് ദുബായിലെ അൽ നഖ്ദയിലും ആരംഭിച്ചു. മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിലൂടെ 2 ആശുപത്രികളും തലയെടുപ്പോടെ നിൽക്കുന്നു. ഇതുകൂടാതെ 3 UAE മെഡിക്കൽ സെൻ്ററുകളും 3 ഫാർമസികളും ഉണ്ട്. നാഗ്പൂരിൽ സ്ഥാപിച്ച മൾട്ടി ഡിസിപ്ലിനറി ആശുപത്രിയുടെ പേര് അലക്സിസ്. മലയാളി അടക്കമുള്ള ഇന്ത്യക്കാരും മറ്റു രാജ്യക്കാരും എന്തിന് സ്വദേശികൾ കൂടെ ഇവിടെ ചികിത്സ തേടിയെത്തുന്നു. ഇവിടെ സേവനം ചെയ്യുന്നവരിൽ നല്ലൊരു ശതമാനം മലയാളി നഴ്സുമാരാണ്. എന്താണ് സുലേഖ ദാവൂദ് ഇതിൽ നിന്നും നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരു നിശ്ചയദാർഢ്യത്തിനും അചഞ്ചലമായ മനസ്സിനും ഉടമയ്ക്കും ഒരു വളരെ വലിയ ഉയരങ്ങൾ കീഴടക്കാനാകുമെന്ന് സുലേഖ ദാവൂദ് നമ്മളെ പഠിപ്പിക്കുന്നു. കൂലിപ്പണിക്കാരൻ അച്ഛൻ്റെ മകനായിക്കോട്ടെ, യാഥാസ്ഥിതിക കുടുംബത്തിലായിക്കോട്ടെ, ഒരു വികസനമെത്താത്ത ഒരു നാട്ടിലായിക്കോട്ടെ, നമ്മളുടെ മനസ്സിലുള്ള ഉയർന്ന നിശ്ചയദാർഢ്യവും വളരാനുള്ള ത്വരയും ഒരു മനുഷ്യനെ വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് സുലേഖ ദാവൂദിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.